ഉച്ചയ്ക്ക് എത്ര വയറു നിറച്ച് ചോറുണ്ടാലും വൈകുന്നേരത്തെ പലഹാരത്തിന്റെ ഓർമ്മയിലായിരിക്കും സ്കൂൾ വിട്ട് ഓടി വരുന്നത്. പണ്ട് തൊടി നിറച്ച് വാഴകൾ ഉണ്ടായിരുന്നു. വേഗം പഴുക്കാൻ വേണ്ടി ചന്ദനത്തിരി കുത്തി നൂൽച്ചാക്കുകൾ ഇരിക്കുന്നതും അടുപ്പിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നതുമായ കുലകൾ. അങ്ങനെ അടുക്കള പലപ്പോഴും പഴങ്ങളുടെ വിശ്രമ സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നൊരു പരീക്ഷണാണ്. പേരില്ലാത്തൊരു പലഹാരം. അതിനെന്ത് വിളിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പുഴുങ്ങിയ പഴം നന്നായി ഉടച്ച് അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടിയും ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. അടുക്കളയിൽ വല്ലപ്പോഴും മാത്രം വിരുന്നു വരുന്ന അതിഥികളാണ് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും. എന്നാ പിന്നെ ഇന്ന് അവരെ കൂടെ കൂട്ടിയേക്കാം. ഇനി എന്താ, നന്നായി വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒപ്പം ഒരു പിടി നാളികേരവും കൂടെ ഭംഗിക്ക് 2 ഏലക്കയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇളക്കിയെടുക്കുക. ഇനി നല്ല കട്ടിക്കും വട്ടത്തിലും പരത്തി വെച്ചിരിക്കുന്ന പഴം ചപ്പാത്തിക്ക് മുകളിൽ തേങ്ങാക്കൂട്ട് നിരത്തുക. 1-2 അടുക്കുകളാക്കി ഒരു കേക്ക് പോലാക്കുക. രൂപവും ഭാവവും മാറിയ ഏത്തക്ക വീണ്ടും ഇഡലി ചെമ്പിലേക്ക്. ആഹാ, എന്താ മണം! ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, എന്താ രസമല്ലേ കാണാൻ. ഇനിയിപ്പോ എന്താ, എടുക്കുക, മുറിക്കുക, കഴിക്കുക.